അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. കബന്ധങ്ങളുമായുള്ള ആത്മബന്ധത്തെ ഹൃദയത്തിൽ തൊട്ട ഭാഷയിൽ പറഞ്ഞുവെച്ച കൃതികൾ ഒരുപക്ഷെ മലയാള ചരിത്രത്തിൽ കുറവായിരിക്കാം. ഒരു വലിയ എഴുത്തുകാരനോ മികച്ച അക്കാഡമിഷ്യനോ അല്ലാതിരുന്നിട്ടും വിനു എന്ന സാധാരണ മനുഷ്യൻ മലയാള സാഹിത്യത്തിൽ ഇന്ന് ശ്രദ്ധേയമായൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരന് അയാളുടെ തൊഴിൽ ശ്രദ്ധേയമാവുന്നത് പോലെ തന്റെ തൊഴിലിനെ എഴുത്തുപോലെയോ ചിത്രകല പോലെയോ സർഗാത്മകമായ ഒരു വികാരമാണ് അപമൃത്യുവേറ്റ ശവങ്ങളെ ചുമക്കുന്നത് എന്ന് വിനു നിയാസ് കരീമിലൂടെ പറഞ്ഞുവെക്കുമ്പോൾ വായനക്കാർ ഒരു വേള നെറ്റിച്ചുളിച്ചേക്കാം. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ ചെയ്യുന്ന തൊഴിലിനെ ജീവനോപാധി എന്നതിനപ്പുറം ശ്രേഷ്ഠകരമായ ഒരു കർമ്മം എന്ന് കരുതി നിസ്വാർത്ഥമായി ചെയ്യുന്ന ഒരുവനെ സമൂഹം ശവന്തീനി എന്ന് പേര് ചൊല്ലി വിളിക്കുമ്പോൾ അയാൾ ആ പേരിൽ ഊറ്റം കൊള്ളുകയാണ്. അയാൾ മരണത്തണുപ്പിനെ ഊഷ്മളമാക്കി മാറ്റുന്നു. വിനു എന്ന ചെറുപ്പക്കാരന്റെ ജീവിതകഥ കേട്ടെടുത്ത നിയാസ് കരീം എന്ന എഴുത്തുകാരൻ കേട്ട കഥയുടെ തീവ്രത അതേപടി വാക്കുകളായി കോറിയിടുകയാണ്. മാധ്യമപ്രവർത്തകനായ നിയാസ് കരീം വിനു എന്ന വേറിട്ട വ്യക്തിയെ അവൻ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളെ അക്ഷരങ്ങളിലേക്ക് പാകപ്പെടുത്തുന്നതിന്റെ അനുഭവങ്ങൾ പലവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു TV പരിപാടിയിലൂടെ യാദൃശ്ചികമായി കണ്ടെടുത്ത വിനുവിനെ തിരക്കി തന്റെ കൂടി നാടായ ആലപ്പുഴയിലേക്ക് പോയ നിയാസ് കേട്ടറിഞ്ഞവയേക്കാൾ ഏറെയുണ്ട് വിനുവിന്റെ കഥയിൽ എന്ന് തിരിച്ചറിഞ്ഞതോടെ അയാളുമായി ഒരു വലിയ സൗഹൃദം ആരംഭിക്കുകയാണ്. പിന്നീട് നടന്നതൊക്കെ സ്വപ്നസമാനമായ കാര്യങ്ങൾ. വിനുവിൽ നിന്ന് കേട്ടെടുത്തവയൊക്കെയും കൊളുത്തി വലിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ നേർസാക്ഷ്യങ്ങളായിരുന്നു. സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു തൊഴിൽ, ഒരു പക്ഷേ മറ്റാരും ചെയ്യാത്ത ഒരു തൊഴിൽ. ആ തൊഴിൽ ആത്മാർത്ഥമായി ചെയ്തു എന്ന പേരിൽ ഒറ്റപ്പെട്ടു പോയവൻ. അയാൾ കേട്ട അപവാദങ്ങൾ, മാറ്റി നിർത്തലുകൾ, അയാളുടെ സങ്കടങ്ങൾ, കരഞ്ഞു തീർത്ത രാവുകൾ, ഏകാന്തനായി അലഞ്ഞു വറ്റിച്ച പകലുകൾ, കേട്ടെടുത്തവയൊക്കെയും പരുക്കൻ യാഥാർത്ഥ്യങ്ങളായിരുന്നു. അവ ഒരു നോവായി, ജീവചരിത്രമായി, അനുഭവക്കുറിപ്പായി അക്ഷരരൂപം പ്രാപിക്കുമ്പോൾ വായനക്കാരനെ അത് അസ്വസ്ഥനാക്കും തീർച്ച. കാലത്തിന്റെ പരുക്കൻ നേരുകൾ പാകപ്പെടുത്തിയ ഈ കൃതി നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് വായനയെ ജീവിതക്രമമാക്കി മാറ്റിയ അരുൺ വടക്കേ വീടാണ്. പുസ്തകങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാവാം ഈ ലൈബ്രറിയന് പുസ്തകങ്ങളും അവയുടെ കർത്താക്കളും എക്കാലവും ഏറ്റവും വലിയ ബലഹീനതയാണ്. അംബേദ്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ ലൈബ്രറിയൻ ആയിരുന്ന അരുൺ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനും നല്ലൊരു സാഹിത്യ വിമർശകനുമാണ്. യുവത്വം ഗൗരവമായ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ നാട്ടിൻ പുറത്തുകാരൻ. അരുണിന്റെ ശബ്ദത്തിൽ വിനുവിന്റെ ജീവിത അനുഭവങ്ങളെ നമുക്ക് വായിച്ചെടുക്കാം. ഇതൊരു പക്ഷേ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താം. എങ്കിലും വിനുവിലേക്ക് നിയാസ് കരീമിലൂടെ, അരുണിന്റെ വാക്കുകളിലൂടെ. വായന കൊണ്ട് എന്താണ് നമ്മൾ നേടുന്നത് എന്ന ചോദ്യത്തിന് വായിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതങ്ങൾ ജീവിക്കുന്നു എന്നതാണ് ഉത്തരം. നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ലാത്ത ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളുടെ ജീവിത കഥയാണ് ഇന്ന് പുസ്തകാവതരണത്തിൽ വരുന്നത്. മരണക്കൂട്ട്, ഒരു ശവം വാരിയുടെ ആത്മകഥ. വിനു പി എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ മാധ്യമപ്രവർത്തകനായ നിയാസ് കരീം നടത്തുന്ന ഒരു യാത്രയാണ് മരണക്കൂട്ട് എന്ന പുസ്തകം. അഴുകിയതും അനാഥമായതും അപമൃത്യു സംഭവിച്ചതുമായ ശവശരീരങ്ങളെ അവസാന യാത്രയൊരുക്കാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുഴയിലും കിണറിലും വീണു മരിച്ച, ഉത്തരത്തിലും റെയിൽവേ പാളങ്ങളിലും ജീവനൊടുക്കിയ മനുഷ്യരെ വാരി പൊതിഞ്ഞെടുത്ത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിക്കാൻ സമയം ഏതാണെന്ന് അന്വേഷിക്കാതിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്കിടയിൽ എവിടെയോ നിഴൽ പോലെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതകഥയാണ് മരണക്കൂട്ട് അഥവാ ഒരു ശവം വാരിയുടെ ആത്മകഥ. വിനു എന്ന ചെറുപ്പക്കാരൻ്റെ അസാധാരണ ജീവിതത്തിൻ്റെ ഇരുട്ടുകളിലൂടെ നിയാസ് കരീം എന്ന ജീവചരിത്രകാരൻ നടത്തുന്ന യാത്രയുടെ അക്ഷര തെളിച്ചങ്ങളാണ് മരണക്കൂട്ട് എന്ന പുസ്തകത്താളുകളിൽ വിരിയുന്നത്. മലയാള ഭാഷയിൽ ഏതെങ്കിലും ഒരു സാഹിത്യശാഖയിൽ ഇതുപോലൊന്നു വന്നിട്ടില്ലെന്ന് ഉറപ്പാണ്.
സാഹിത്യകാരൻ്റെ ഭാവനാസൃഷ്ടിയിലോ കവികളുടെ കാൽപ്പനിക സങ്കല്പത്തിലോ വിനുവിൻ്റെ അനുഭവങ്ങൾ ഒന്നും ഇതിനു മുമ്പ് എഴുതപ്പെട്ടിട്ടില്ല. വിനു എന്ന ശവംവാരിയിലൂടെ മൃതദേഹങ്ങളെ അനാഥമായി അവസാനിക്കാൻ വിടാതെ കാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ നേരിടേണ്ടി വന്ന തീക്ഷ്ണമായ അനുഭവങ്ങളുടെ കഥ, വായിക്കുമ്പോൾ തന്നെ ഓക്കാനം വരുന്ന അനുഭവങ്ങളെ ചേർത്തെഴുതിയൊരു ആത്മകഥ. അതാണ് മരണക്കൂട്ട്. അവഗണനയുടെയും തിരസ്കാരത്തിൻ്റെയും ദുരനുഭവങ്ങളുടെയും തീക്ഷ്ണത ഓരോ അധ്യായത്തിലും അനുഭവപ്പെടും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വന്തം കൂട്ടുകാരൻ്റെ ജഡം പുഴയിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴാണ് വിനു ആദ്യമായി ഒരു മൃതദേഹത്തെ തൊടുന്നത്. അഴുകിത്തുടങ്ങിയ കൂട്ടുകാരൻ്റെ കാലിൽ പിടിച്ച് വലിച്ചപ്പോൾ അയാൾക്ക് അറപ്പൊന്നും തോന്നിയില്ല. പിന്നീടൊരിക്കൽ റെയിൽവേ പാളത്തിൽ നിന്ന് തെറിച്ചു വീണ രക്തമുണങ്ങാത്ത കൈ പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ അവന് കിട്ടിയ അഭിനന്ദനമാണ് പഠിക്കാനേറെയൊന്നും മിടുക്കില്ലാതിരുന്ന അധ്യാപകരോ മാതാപിതാക്കളോ നല്ല വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ലാത്ത വിനുവിന് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം. അംഗീകരിക്കപ്പെടുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും, അത് കുട്ടിയായിരിക്കുമ്പോഴായാലും ശരി, അതല്ല വലിയ ആളായിരിക്കുമ്പോഴായാലും ശരി, ഏവർക്കും കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും കുട്ടികൾക്ക് അതൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ വിനുവിന് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അംഗീകാരങ്ങളിൽ ഒന്ന് ഈ രക്തമുണങ്ങാത്ത കൈ നേരെ എടുത്ത് പോലീസിന് കൊടുക്കുമ്പോഴായിരുന്നു. റെയിൽവേ പാളത്തിനടുത്തായിരുന്നു വിനുവിൻ്റെ വീട്. ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് ട്രെയിൻ ഇടിച്ച ഒരു മൃതദേഹത്തിൻ്റെ കൈ തെറിച്ചുപോയി. ഇദ്ദേഹം നടക്കുന്ന വഴിയിൽ വീഴുകയും അവിടെ നിന്ന് അതെടുത്തു കൊണ്ടുപോയി പോലീസിന് കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് ശവമെടുക്കാനെത്തിയ ആളുകൾക്ക് പോലീസുകാർ പോലും കൊടുക്കുന്ന ബഹുമാനം കണ്ട് അവരോടൊപ്പമായി പിന്നെ വിനുവിൻ്റെ സഹവാസം. പോലീസിനെ ശവമെടുക്കാനൊക്കെ സഹായിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു ആ നാട്ടിൽ. അഡ്രസ് ഇല്ലാത്ത, താമസിക്കാൻ ഇടമില്ലാത്ത, കഴിക്കാൻ ഭക്ഷണം എന്തെന്ന് ആലോചിക്കാത്ത കുറേ ആളുകളായിരുന്നു അവർ. അവരെ വിനു ആശാന്മാർ എന്ന് വിളിച്ചു തുടങ്ങി. ശവമെടുക്കുന്ന ഈ ജോലി എത്ര ബുദ്ധിമുട്ടേറിയതാണെന്ന് പിന്നീടുള്ള ഓരോ അനുഭവങ്ങളിലൂടെയും വിനു പഠിച്ചെടുക്കുന്നു. അയാൾ വളരും തോറും ഈ ജോലിയോടുള്ള ആത്മാർത്ഥത കൂടിക്കൂടി വരികയാണ് ചെയ്തത്. പക്ഷേ പോകെ പോകെ സമൂഹം അയാളെ മാറ്റി നിർത്താൻ തുടങ്ങി. ശവംവാരിയെ വീട്ടിൽ കയറ്റാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോലും കയറ്റാത്ത തിരസ്കാരം. അപ്പോഴൊക്കെ പോലീസുകാർ നൽകിയ പിന്തുണയാണ് വിനുവിന് ആശ്വാസമായത്. അവർ നൽകുന്ന ഭക്ഷണമാണ് വിനുവിൻ്റെ വിശപ്പടക്കിയത്. പോസ്റ്റ്മോർട്ടം ടേബിളിലെ അനുഭവങ്ങളും അപമൃത്യു നടന്ന സ്ഥലങ്ങളിലെ സംഭവങ്ങളുമെല്ലാമായി ഇതുവരെ നമ്മളാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിൽ. ഓട്ടോറിക്ഷ ഡ്രൈവറായും ആംബുലൻസ് ഡ്രൈവറായുമൊക്കെ ജീവിതം പിടിച്ചു കയറ്റാൻ ശ്രമിച്ച അയാൾക്ക് പക്ഷേ അതിനൊന്നും സാധിച്ചില്ല. ഓട്ടോ പാർക്ക് ചെയ്യാൻ സ്റ്റാൻഡിലോ റോഡിലോ സ്ഥലം അനുവദിച്ചുമില്ല. എന്നാൽ അതിലൊന്നും തൃപ്തി കിട്ടിയില്ലെന്നു മാത്രമല്ല, ദുരനുഭവങ്ങൾ അയാളെ മടുപ്പിച്ചു. പലപ്പോഴും വിനു ഓട്ടോ എടുത്ത് പല സ്റ്റാൻഡുകളിൽ ഓട്ടോ ഓടാൻ വേണ്ടി ഇട്ടു. പക്ഷേ ശവംവാരിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവിടെ ആരും അയാൾക്ക് സ്പേസ് കൊടുത്തില്ല. പിന്നീട് അയാൾ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ ഓട്ടോറിക്ഷ ഇട്ട് ഓടിക്കാൻ തുടങ്ങി. അവിടെ ആരും അയാളെ തടയാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചെയ്യുന്ന ജോലിയിലൊന്നും വിനു തീരെ തൃപ്തനും ആയിരുന്നില്ല. അങ്ങനെ വിനുവിന് ഒരു വിവാഹം ശരിയാവുകയാണ്. കള്ളം പറഞ്ഞ് നടത്തിയ വിവാഹബന്ധം പക്ഷേ ഇല്ലാതായതോടെ വിനുവിൻ്റെ ജീവിതം വല്ലാതെ മാറിപ്പോയി. വിനുവിന് നല്ല സുഹൃത്തുക്കളാരും ഇല്ലാതെയായി. ആരും അയാളെ ഒരു സുഹൃത്തായി പോലും കണക്കാക്കിയിരുന്നില്ല. അസാധാരണമായി ഒരു ജീവിതം നയിച്ച് അനാഥമായി തീർന്ന ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഈ പുസ്തകം ആത്മകഥാ ചരിത്രത്തിൽ വേറിട്ടൊരു പരീക്ഷണം തന്നെയായിരുന്നു. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ ഭാഷ ചെറിയ രീതിയിൽ നമ്മളെ മടുപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഈ വിനുവിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറും തോറും ഭാഷയൊന്നും പിന്നെ വലിയ പ്രശ്നമല്ലാതായി. വിനുവിൻ്റെ ഇത്രയും തീക്ഷ്ണമായ അനുഭവങ്ങൾ, എങ്ങനെയൊക്കെയാണ് അയാൾ ഓരോ പരിസരത്തേക്ക് എത്തിച്ചേരുന്നത്, പല കേസുകളിൽ ഇടപെടുന്നത്, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നും. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ ഭാഷ വായനയെ മടുപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് മെച്ചപ്പെടുന്നതിനാൽ വായിച്ച് പൂർത്തിയാക്കാനായി. നിഷ്കളങ്കനായ ഒരാളുടെ ജീവിതം പകർത്തുമ്പോൾ അയാളുടെ ഭാഷ പോലെ തന്നെ എഴുതാൻ ശ്രമിച്ച സ്ഥലങ്ങൾ വളരെ നന്നായിരുന്നു. പലപ്പോഴും വിനു പറയുന്ന ഡയലോഗുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഈ പുസ്തകത്തിലേക്ക് പകർത്താൻ വേണ്ടി എഴുത്തുകാരൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തെ വിനു പറയുന്നത് പോലെ തന്നെ ഒരു അനുഭവമാക്കി മാറ്റി. അനാഥ ശവങ്ങൾക്ക് വേണ്ടി ഒരു ശ്മശാനം എന്ന ആഗ്രഹത്തിലാണ് പുസ്തകം അവസാനിക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് നിയാസ് കരീമിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ആദ്യം ചോദിച്ചത്, വിനുച്ചേട്ടന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞോ? അനാഥ ശവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശ്മശാനം
നടന്നുവെന്നാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ അടുത്തു നിന്നുള്ള അനുമതി, ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരിക്കൽ പോലും വിനു പൊതുസമൂഹത്തിൽ വരാനോ തൻ്റെ ജീവിതം ഇതുപോലെ പറയാനോ ശ്രമിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണ്. ആ ജീവിതത്തെ കണ്ടെടുത്ത് നിയാസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചതോടുകൂടി ഇന്നേ വരെ നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ലാത്ത ചില സന്ദർഭങ്ങളിലൂടെ നമ്മളും നടന്നു പോകും. ഈ പുസ്തകത്തിൽ ഒരിടത്ത് തൂങ്ങി മരിക്കപ്പെട്ട ഒരു മൃതദേഹം എടുക്കാനായി വിനു കടന്നു ചെല്ലുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴോ തൂങ്ങി മരിച്ച ആ മൃതദേഹത്തെ അയാൾ താങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ നെയ്യിൽ ചവിട്ടി അയാൾ വഴുതി വീഴുന്നു. പക്ഷേ ആ മൃതദേഹത്തെ ജീവനുള്ള ഒരു വസ്തുവിനെ കയ്യിലേക്ക് ഏൽക്കുന്നത് പോലെ നെഞ്ചോട് ചേർത്ത് വിനു താഴേക്കിറക്കി. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ. പുഴയിൽ വീണു മരിച്ച, റെയിൽപാളത്തിൽ ട്രെയിൻ തട്ടി ചിന്ന ഭിന്നമായി പോയ ശവശരീരങ്ങളെയൊക്കെ പെറുക്കി വാരിയെടുത്ത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളുടെ ജീവിതം. വിനുവിന് പിന്നെയും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊന്നും നടന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പൊതു ശ്മശാനമെന്ന ആഗ്രഹം നടന്നു കാണണമെന്ന് ഓരോ വായനക്കാരും അത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആഗ്രഹിച്ചിരിക്കും. കൂടാതെ വിനുവിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ, സ്കൂൾ ജീവിതത്തിലെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ രസകരമായ അനുഭവങ്ങളിൽ നിന്ന് പിന്നീട് തീച്ചൂളിയിലേക്ക് എടുത്ത് എറിയുന്നത് പോലെയാണ് ഓരോ വായനക്കാരനെയും നിയാസ് ഈ പുസ്തകത്തിലൂടെ നടത്തിക്കുന്നത്. വിനുവിന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എപ്പോഴും ദുഷ്കരമായ കാര്യമായിരുന്നു. കാരണം ഒരാളും ജോലി കൊടുക്കില്ല. കൂടാതെ അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് കാര്യമായി യാതൊരു വരുമാനവും കിട്ടില്ല. മിക്കപ്പോഴും അനാഥങ്ങളായിട്ടുള്ള ശവശരീരങ്ങൾ എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആളുകളാരും ഉണ്ടാവില്ലല്ലോ. അവരൊന്നും കാര്യമായിട്ടൊന്നും കൊടുക്കില്ല. പലപ്പോഴും പോലീസുകാരാണ് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത്, പണമായിട്ടും ഭക്ഷണമായിട്ടും ഒക്കെ. അദ്ദേഹം ഒരിക്കൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. സാധാരണയായി അയാൾ പോകുന്ന ഒരു ഹോട്ടലാണ്. പക്ഷേ ആ ഹോട്ടലിൽ ഒരിക്കൽ പോലും വിനു ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പോഴും പാഴ്സൽ വാങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം വിനു ഇരുന്ന് കഴിഞ്ഞാൽ മറ്റാരും ആ ഹോട്ടലിലേക്ക് വരില്ല എന്ന് വിനുവിനറിയാം. ഒരിക്കൽ ഈ ഹോട്ടലിലെ ഉടമ വിനുവിനെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു. ആ സമയത്ത് കയറി വന്ന കുറേ ആളുകൾ ഇയാൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആ ഹോട്ടലുടമയോട് തർക്കിക്കുകയും അയാളോട് ഇറങ്ങിപ്പോവാൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഹോട്ടലുടമ സധൈര്യം പറഞ്ഞു, അയാൾ ചെയ്യുന്ന തൊഴിൽ ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് അയാൾ കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിലേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന ധീരമായി നിലപാടെടുത്ത ആളുകളും ഈ ജീവചരിത്രത്തിൽ വരുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ കുറച്ച് മനുഷ്യരെ കൂടെ ഉൾപ്പെട്ടതാണ് ഈ പുസ്തകം. നമ്മളുടെ വായനയിൽ ഉൾപ്പെടുത്തേണ്ട നല്ല ഒരു പുസ്തകം തന്നെയാണ് ഇത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമിയാണ്. ഇനി അങ്ങോട്ടേക്കുള്ള വായനകളിൽ ഉറപ്പായും ഈ പുസ്തകം ഉണ്ടാവുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4.